കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ചെറുപുഴയിലെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയിരുന്ന മുളങ്കാടുകൾ മുറിച്ചുമാറ്റാൻ പഞ്ചായത്ത് നടപടി ആരംഭിച്ചു. ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന മറ്റു മരങ്ങളും മുറിച്ചുമാറ്റും. കൂടാതെ പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കുമെന്നും പഞ്ചായത്ത് അറിയിച്ചു. കഴിഞ്ഞ പ്രളയകാലത്ത് തീരമിടിഞ്ഞുവന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ ചെറുപുഴയിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയ മുളംകാടുകൾ മുറിച്ചുമാറ്റാനാണ് കാരശ്ശേരി പഞ്ചായത്ത് തുടക്കം കുറിച്ചത്. മഴക്കാലമാവുമ്പോഴേക്കും പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം. മുളംകാടുകളെ കൂടാതെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന മരങ്ങളും മരച്ചില്ലകളും മുറിച്ചുമാറ്റും. കൂടാതെ പുഴയുടെ തീരത്തോട് ചേർന്ന് പുഴയിലേക്ക് വലിയ ഗർത്തമുള്ള കളരിക്കണ്ടി റോഡിന്റെ മതിയായ സുരക്ഷാ കൈവരിയില്ലാത്ത ഭാഗത്ത് കൈവരി സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും സമീപിക്കുമെന്നും ആളുകൾ പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് പിടികൂടാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൾ അക്ബർ പറഞ്ഞു. ഈ വരുന്ന മഴക്കാലത്തിന്റെ ശുചീകരണത്തിന്റെ ഭാഗമായി ആ ഒഴുക്കിനെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഈ മുള കൂട്ടം ഇപ്പോൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വെട്ടിയിട്ട് ഒഴിവാക്കുകയാണ്. അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഈ ചെറുപുഴന്റെ ഒഴുക്ക് തടയും, മരങ്ങളൊക്കെ ഒന്ന് അടിയും, അതോടൊപ്പം സൈഡൊക്കെ ഇടിയാൻ സാധ്യതയുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൾ അക്ബറിന്റെയും വാർഡ് മെമ്പർ അമീന ബാനു എന്നിവരുടെ നേതൃത്വത്തിലാണ് ചെറുപുഴയിലെ ഒഴുക്ക് വീണ്ടെടുക്കാനുള്ള നടപടികൾ നടക്കുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.